അനുദിനം ഭാരങ്ങൾ അവൻ ചുമന്നിടുന്നു. അനവധി നന്മകളെന്നെ തരുന്നു. അവനനുപനിധി അവസാനത്തോളവും കാക്കുവാൻ ശക്തനല്ലോ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സമയക്കുറവുകൊണ്ടാണ് പാട്ട് അങ്ങനെ നിർത്തിയത്. ഇന്ന് പകൽക്കാലം വിലപ്പെട്ട ദൈവദാസനോടും പ്രിയ അമ്മാമയോടും ഇവിടെയുള്ള മറ്റ് ദൈവദാസന്മാർ, ദൈവമക്കൾ, ജെമി, ഷെറിന്, പൈതൽ, പപ്പായും മമ്മിയും ഞങ്ങൾക്കൊരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ സർവശക്തനായ ദൈവം ഒരുക്കി തന്ന അവസരത്തിനായി ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. തികച്ചും അവിചാരിതമായി എൽസി ഇവിടെ സാക്ഷ്യം പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഇവിടെ ആയിരിക്കാൻ തക്കോണക്കിടയായി. 24 അവസാന നിമിഷങ്ങളിൽ ഇവിടെ ആയിരിക്കുവാൻ ഇവിടെയുള്ള ദൈവജനത്തോട്, ദൈവദാസനോടും കുടുംബത്തോടും ദൈവമക്കളോടും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും ദൈവവചനം കേൾക്കുവാനും ഒക്കെ സർവശക്തനായ ദൈവം ഇടയാക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ വർഷത്തിൻ്റെ അവസാന സമയങ്ങളിലും അങ്ങനെ തന്നെ ആയിരിക്കാൻ ഇടയായി. പ്രത്യേകാൽ പ്രിയ ദൈവദാസനെ അമ്മാമയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അവർ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് നാട്ടിൽ കടന്നു വന്നപ്പോൾ, ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് ആയിരിക്കാൻ ടോമിനോടും സ്റ്റേസിയോടും ഒരുമിച്ച് ആയിരിക്കാൻ തക്കോണക്ക് ഇടയായി. അതുപോലെ തന്നെ പാസ്റ്റർ ജോസ്, ലൂക്കോസ്, ഷൈനി ഇവർ കടന്നു വന്നപ്പോഴും ഞങ്ങൾക്ക് അവരുടെ ഭവനത്തിലും കടന്നു പോകുവാൻ, അവരോട് ഒരുമിച്ചായിരിക്കാൻ, ഞങ്ങളുടെ ഭവനത്തിലും കടന്നു വരുവാൻ, ഒരുമിച്ച് സന്തോഷിപ്പാനിടയായി. പപ്പയും മാമിയും ഷെറിനും ഒക്കെ കടന്നു വന്നപ്പോൾ, ജെമിയും ഒക്കെ കടന്നു വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം അവസരം ഒരുക്കി. ഞങ്ങൾക്ക് വലിയ സന്തോഷം തോന്നിയത്, ഇപ്പോൾ ഞങ്ങളിവിടെ കടന്നു വന്നപ്പോൾ ഇവിടുത്തെ ഭവനത്തിൻ്റെ പണി ഞങ്ങൾ കഴിഞ്ഞ വർഷം കടന്നു വന്നപ്പോൾ ഭവനത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ കടന്നു വന്നപ്പോൾ ഭവനത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് അതിനകത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. എന്നാൽ അതിലുപരിയായി ഞങ്ങൾക്ക് സന്തോഷം തോന്നിയത്, കഴിഞ്ഞ മെയ്യിൽ പ്രിയ കുഞ്ഞുങ്ങൾ, പ്രിയ പപ്പയും മമ്മിയുമായി ഒരുമിച്ച് കടന്നു വന്നപ്പോൾ ഏതാണ്ട് 22-ലധികം സഭകൾ ഒരുമിച്ച് നടക്കുന്ന ഒരു സെക്ഷൻ്റെ കൺവെൻഷനിൽ ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെടാതെ പ്രിയ ഷെറിൻ ദൈവവചനം സംസാരിക്കണമെന്നും, അങ്ങനെ ആ കൺവെൻഷനിൽ ശനിയാഴ്ച ദൈവവചനം സംസാരിക്കുവാൻ, ഞായറാഴ്ച ദൈവവചനം സംസാരിക്കുവാൻ പ്രിയ പൈതലിനെ ദൈവം കരങ്ങളെടുത്ത് ഉപയോഗിച്ചതോർത്ത് ഞങ്ങൾക്ക് വളരെ സന്തോഷം ഉണ്ടാകുവാൻ തക്കോണക്കിടയായി. സ്തോത്രം. ദൈവം ഞങ്ങളെ ഇത്രത്തോളം സഹായിച്ചു. ഞങ്ങളുടെ പ്രിയ മാതാവിൻ്റെ വേർപാടിനുള്ള ബന്ധത്തിലാണ് ഞങ്ങൾക്ക് കടന്നു വരുവാൻ തക്കോണക്കിടയായി തീർന്നത്. ഏതാണ്ട് 50-ലധികം വർഷം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ട എൻ്റെ പിതാവും മാതാവും, കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ മാതാവ് പ്രിയ ഞങ്ങളുടെ അമ്മച്ചി നിത്യത്തിലേക്ക് കടന്നു പോകുവാൻ തക്കോണക്ക് ഇടയായി. ഞങ്ങളുടെ ജീവിതത്തിലെ സന്തോഷമെന്ന് പറയുന്നത്, ഞങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹം എന്ന് പറയുന്നത് 1960 മുതൽ കർത്താവിന് വേണ്ടി അവർ ശക്തമായി പ്രയോജനപ്പെട്ടു. അവർ പ്രയോറിറ്റി ദൈവത്തിന് കൊടുത്തു. സ്തോത്രം. പലരും ഇന്ന് ലോക കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുമ്പോൾ, മുൻതൂക്കം കൊടുക്കുമ്പോൾ, അവർ പ്രയോറിറ്റി കൊടുത്തത് ദൈവത്തിന് വേണ്ടിയായിരുന്നു. സ്തോത്രം. അതുതന്നെയുമല്ല, അവർ വാളണ്ടർലി ചിലത് ചെയ്യുവാൻ തക്കോണക്കിടയായി. ഒരു പ്രതിഫല ഇച്ഛയും കൂടാതെ വണ്ണം അവർ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ തക്കോണക്ക് ഇടയായി. എന്ന് പറഞ്ഞാൽ മൂവാറ്റുപുഴ പുനലൂർ റൂട്ടിൽ പിറവന്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചില വർഷങ്ങൾ ശുശ്രൂഷിക്കുമ്പോൾ, പുനലൂരിന് അടുക്കുന്നതിന് 4 കിലോമീറ്ററിന് മുൻപ്, ആ 4 കിലോമീറ്റർ അവിടെ നിന്ന് പുനലൂരെത്താൻ 4 കിലോമീറ്റർ ഉണ്ട്. അവിടെ നിന്ന് ആ സൈഡിലുള്ളവർ, ആ പുനലൂരുള്ളവർ നോക്കിയാൽ കണ്ണെത്താത്ത നിലയിൽ ഒരു മല കിടപ്പുണ്ട്. എൻ്റെ ഒരു കണക്കൂട്ടിൽ ഒരു 2500 അടിയെങ്കിലും ഉയരം കാണും. ആ മലകളിലൊക്കെ നടന്ന്, ഇന്നത്തെ പോലുള്ള സൗകര്യങ്ങൾ അന്നില്ല, നടന്ന് ആ ദേശത്ത് അവർ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചു, ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചു. ഞങ്ങളെ മാത്രമല്ല, ഞങ്ങളെ കുഞ്ഞുങ്ങളെ മാത്രമല്ല,
അനേക ദൈവമക്കളെ കാണുവാൻ സന്തോഷിക്കുവാൻ തക്കോണക്ക് അവർക്ക് ഇടയായി തീർന്നിട്ടുണ്ട്. ഞാനിത് പറഞ്ഞതെന്തിനെന്ന് ചോദിച്ചാൽ, ആരും മുത്തണ്ണിച്ചിട്ടല്ല, പ്രയോറിറ്റി ദൈവത്തിന് കൊടുത്തുകൊണ്ട് വോളണ്ടറിൽ ചെയ്യുവാൻ തക്കോണക്കിടയായി, ദൈവം അവരെ മാനിക്കുവാൻ തക്കോണക്കിടയായി, പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിച്ച്, പ്രൈസ് ദി ലോർഡ്, മക്കളുടെയും കൊച്ചുമക്കളുടെയും കുഞ്ഞുമക്കളുടെയും സ്നേഹം ഏറ്റുവാങ്ങിക്കൊണ്ട്, ശുശ്രൂഷകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നിത്യതയിൽ പ്രവേശിക്കുവാൻ തക്കോണക്കിടയായതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ പ്രിയ ദേവദാസനും അമ്മാമയും അതുപോലെ സാമങ്ങളും ഹല്ലേലൂയ ഒരു കുടുംബമായി കടന്നു വന്നു. പലർക്കും കടന്നു വരണമെന്ന് താല്പര്യമുണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ തക്കോണൊക്കെ കഴിഞ്ഞു. അതിനുവേണ്ടി പ്രാർത്ഥിച്ച നിങ്ങളെല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ ഭാഗം അവിടെ നിർത്തുകയാണ്. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളിവിടെ കടന്നു വന്നപ്പോൾ ഇവിടെ ഈ വർഷത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ പിന്നെയും പ്രാർത്ഥന സ്റ്റാർട്ടാകുവാൻ തക്കോണക്കിടയായി. സ്തോത്രം. ആ പ്രാർത്ഥനകളിൽ സംബന്ധിപ്പാൻ തക്കോണക്ക് ദൈവം സഹായിച്ചു. പ്രിയ ദേവദാസനിൽ കൂടെ അനുഗ്രഹിക്കപ്പെട്ടതായ ആലോചനകൾ കേൾക്കുവാൻ തക്കോണക്കിടയായി. അത് തന്നെയുമല്ല, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നതിനെക്കാട്ടിൽ ചില പുതിയ കുടുംബങ്ങളെ, പുതിയ മുഖങ്ങളെയൊക്കെ കാണുവാൻ തക്കോണക്ക് ഇടയാകുന്നുണ്ട്. അതിൽ മതിയായ സന്തോഷമുണ്ട്. സഭയുടെ അനുഗ്രഹത്തിന് വേണ്ടി, ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ സഭയെ ഓർത്ത്, ദൈവദാസനെയും കുടുംബത്തെയും ഓർത്ത്, ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവദിനത്തിന് അധികം സംസാരിക്കുവാൻ എനിക്ക് സമയമില്ല. ഈ ദിവസങ്ങളിൽ ദൈവദാസൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. പ്രൈസ് ദി ലോർഡ്. നെഹമ്യാവിൻ്റെ ഹല്ലേലൂയ പുസ്തകം കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ 2:30 വെളുപ്പിനെ 2:30 മണിക്ക് എനിക്ക് ഉറക്കാൻ വരാതിരുന്നപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് ദൈവദിനം ഹല്ലേലൂയ വായിക്കുവാൻ തക്കോണക്കിടയായി. ആ ഭാഗം തന്നെയാണ് എൻ്റെ ഹല്ലേലൂയ എനിക്ക് ദൈവാത്മാവ് തന്നത്. അതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലാക്കുവാൻ തക്കോണൊക്കെ കഴിഞ്ഞു. നെഹമ്യാവിന് ഹല്ലേലൂയ നല്ല ഒരു ജോലിയും നല്ല ഒരു പൊസിഷൻ ഉണ്ടായിരുന്നുവെങ്കിലും അവൻ ചിലത് ചെയ്യുവാനിടയായി. അവൻ മറ്റുള്ളവരുടെ ക്ഷേമം അന്വേഷിക്കുന്നവനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവരുടെ ക്ഷേമം അന്വേഷിക്കുന്നവനായിരുന്നു. ആ ക്ഷേമം അന്വേഷിച്ചപ്പോൾ കേട്ട വാർത്ത അവനെ സങ്കടപ്പെടുത്തുവാനിടയായി. അവൻ കരഞ്ഞു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദുഃഖിച്ചു, ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. അവൻ ഒരു രീതിയിലും അത് ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിലും ദൈവത്തിന് പ്രയോറിറ്റി കൊടുത്തതുകൊണ്ട്, സ്തോത്രം, ദൈവത്തിന് മുഖ്യസ്ഥാനം കൊടുത്തതുകൊണ്ട് ആ പ്രശ്നത്തിൻ്റെ നടുവിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനിടയായി. ഒരു പ്രതിഫല ഇച്ഛയും കൂടാതെ വോളണ്ടർലി അവൻ ഇറങ്ങി തിരിച്ചു. ഹല്ലേലൂയ. അവൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലം കാണുവാനിടയായി. 52 ദിവസം കൊണ്ട് ആ മതിലിൻ്റെ പണി പൂർത്തീകരിച്ച്, സ്തോത്രം, ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ കാണുവാൻ തക്കോണക്കിടയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരെയും കൂടെ ഏകോപിപ്പിച്ച് 3-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ഓരോരുത്തർ അവരവരുടെ പണി ഹല്ലേലൂയ ചെയ്യുവാനിടയായി. ഓരോരുത്തരുടെ ഭാഗം അവരവർ തന്നെ ചെയ്തപ്പോൾ അതിൻ്റെ വിജയം കാണുവാൻ തക്കോണക്കിടയായി. ഇന്ന് പകൽക്കാലം എന്നെ ശ്രമിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒരു പരസ്യോഗത്തിന് പോലും ഹല്ലേലൂയ എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ പരസ്യോഗം നടത്തുവാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കുന്ന കാലയളവിൽ ആ വൻമതിലിൻ്റെ പണി ഏകോപിപ്പിച്ച് ചെയ്യുവാൻ തക്കോണക്കിടയായി തീർന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഹല്ലേലൂയ കരയുകയും ചെയ്തതായ ഒരു ദൈവവേദനയുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകാതിരിക്കുകയില്ല. ഇന്ന് പകൽക്കാലം ഈ PC ചർച്ചിലുള്ളതായ ദൈവജനമേ, നാം പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഹല്ലേലൂയ ചിലത് ചെയ്യുവാൻ ഹല്ലേലൂയ നമ്മെ തന്നെ സമർപ്പിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ പ്രയോറിറ്റി ദൈവത്തിന് കൊടുത്ത് വോളണ്ടറിൽ ചിലത് ചെയ്യുവാൻ. നമുക്കറിയാം വോളണ്ടറിൽ എന്ന് പറഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, പ്രതിഫല ഇച്ഛ കൂടാതെ. സ്തോത്രം. ഞാൻ നിങ്ങളെ അത് പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഇവിടെ വോളണ്ടറി വർക്ക് ചെയ്യുന്നവർ, ചെയ്തിട്ടുള്ളവർ പലരുമുണ്ട്. എന്നാൽ ഹല്ലേലൂയ ചിലത് ചെയ്യുവാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി വരും ദിവസങ്ങളിൽ കാണുവാനിടയായി തീരും. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. പ്രയോറിറ്റി ദൈവത്തിന് കൊടുക്കുവാൻ ഇന്ന് പകൽക്കാലം ആര് തയ്യാറാകും? വോളണ്ടറിൽ ചിലത് ചെയ്യുവാൻ ആര് തയ്യാറാകും? പ്രൈസ് ദി ലോർഡ്. അതിന് ദൈവം സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഞങ്ങൾ നാട്ടിൽ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ 11 ഒരു ചെറിയ സഭയിൽ
കർത്താവിനെ ശുശ്രൂഷിക്കുന്നു, ദൈവവേലയിലായിരിക്കുന്നു. അവിടെയുള്ളതായ പ്രിയപ്പെട്ടവരൊക്കെ വളരെ പാവപ്പെട്ടവരാണെന്ന് പറഞ്ഞാൽ തൊഴിലുറപ്പിനൊക്കെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരാണ്. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അവരോട് ഒരുമിച്ച് ഒരു 10, 18, 20 പേര് ആരാധനയ്ക്ക് കടന്നു വരും. സന്തോഷത്തോടെ ഞങ്ങൾ അവിടെ ആയിരിക്കുന്നു. ആ പ്രവർത്തനത്തെ ഓർത്ത് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുവാനായിട്ട് അപേക്ഷിക്കുന്നു. ദൈവം ഏവരെയും സഹായിക്കുമാറാകട്ടെ. സമയം തന്ന ദൈവദാസനോടും ഹല്ലേലൂയ ഇവിടുത്തെ ഹല്ലേലൂയ ദൈവമക്കളോടും കമ്മിറ്റിയോടും എല്ലാം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കും. നമ്മുടെ സൂമിൽ കൂടെയുള്ള മീറ്റിങ്ങിൽ 2 ദിവസം ദേവദാസൻ ശുശ്രൂഷിപ്പാൻ കർത്താവിടയാക്കി. ദൈവം നാളെ വൈകുന്നേരവും ദേവദാസൻ ശുശ്രൂഷിക്കും. നമുക്ക് സഭയായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. അവർ ഡാലസിലായിരുന്നു, ഇപ്പോൾ കുടുംബമായിട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്തു. നമ്മുടെ സഭയുടെ മെമ്പർഷിപ്പിലാണ് കർത്താവിൻ്റെ ദാസനും കുടുംബവും. ഈ സഭ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. ഒരു നല്ല സ്തോത്രം പറയാം. അത് സഹായിക്കട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം. ഇനി എൻ്റെ മുൻപുള്ള സമയം വളരെ വിലപ്പെട്ടതാണ്, വളരെ ചുരുക്കി. ഞാൻ കർത്താവിൻ്റെ ദാസനോട് പറഞ്ഞു, ഇവിടുത്തെ സെറ്റപ്പ് ഇങ്ങനെ ആയതുകൊണ്ട് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഞാൻ തരുന്ന സമയത്ത് 2 മിനിറ്റ് മുമ്പ് നിർത്തിയേക്കാമെന്ന് പറഞ്ഞു. 1-ാം അധ്യായം 45-ാമത്തെ വാക്യം. And blessed, ആംപ്ലിഫയർ വേർഷനിലായിരിക്കുന്നത്, and blessed, spiritually fortunate and favored by God, is she who believed and confidently trusted that there would be a fulfillment of the things that were spoken to her by the angel sent from the Lord. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തിയുണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. കർത്താവേ, നിങ്ങളുടെ ദാസനിൽ കൂടി കേൾപ്പിച്ച നല്ല ആലോചനകൾക്ക് ആയിസ്തോം. ഏതെല്ലാം സാഹചര്യത്തിൻ്റെ മുൻപിലും ദൈവകാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. തുടർന്ന് ഞങ്ങളോട് സംസാരിക്കുമല്ലോ, യേശുവിൻ നാമത്തിൽ തന്നെ. ചുരുങ്ങിയ സമയത്ത് ചില കാര്യങ്ങൾ മോനേത് വർക്ക് ചെയ്യുന്നില്ലയോ? ഓണാക്കിയില്ലല്ലോ, പിന്നെ എങ്ങനെ വർക്ക് ചെയ്യും? ദാറ്റ്സ് മൈ മിസ്റ്റേക്ക്. താങ്ക് യു. ഓണാക്കാതെ ഞാനിത് സാമ്പിൾ ഇത് എക്സസൈസ് ചെയ്ത് കാണിക്കുവാണ് നിങ്ങളെ. കണക്ഷനില്ലെങ്കിൽ വർക്ക് ചെയ്യത്തില്ലെന്ന്. Believe and be blessed. വിശ്വസിച്ചവർ ഭാഗ്യം. മാറ്റി വരും മക്കളെ. ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ആധാരമെന്ന് പറയുന്നത് വിശ്വാസം. ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും. നമ്മളെ 1-ാം നൂറ്റാണ്ടിലെ ശിഷ്യന്മാരെക്കാൾ ബെറ്ററാ. അവർ കൂടെ നടന്നിട്ടും മനസ്സിലാക്കിയില്ല ആരാണ്. നമ്മൾ വിശ്വാസത്താൽ മനസ്സിലാക്കി അവൻ ആരാണ്. ഒരു ദിവസം സുവിശേഷം കേട്ടു, ഇവനാണ് രക്ഷകനെന്ന് മനസ്സിലായപ്പോൾ കണ്ണുമടച്ച് വിശ്വാസത്തോട് സ്റ്റെപ്പ് വെച്ചതല്ലേ. അന്നു മുതൽ നമുക്കൊരു പേര് ലഭിച്ചു, ദൈവത്തിൻ്റെ പൈതൽ. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മകൻ മകളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഇന്ന് വരെയും ആ പൊസിഷൻ കീപ്പ് ചെയ്യുവാൻ ദൈവം ഇടയായി. മേലാലും അതങ്ങനെ തന്നെ നടക്കും. ഞാൻ ചുരുക്കി പറഞ്ഞിട്ട് നിർത്താം, സമയത്ത് നിർത്താം. ഇതിൻ്റെ ഇലാബറേറ്റ് ചെയ്ത് 2 ദിവസങ്ങൾ സംസാരിച്ചോളാം. നാം ഒരു ഫലപ്രദമായ വൃക്ഷം ചോദിച്ചാൽ ദൈവത്തോട് എനിക്ക് ഫലമൊക്കെ ഉള്ള
നല്ല കാണാൻ ഭംഗിയുള്ള, എൻ്റെ വീടിന് മുമ്പിൽ ഇപ്പം മരമില്ല, അവിടെ നടാൻ ചോദിച്ചാൽ ദൈവം പറയും, ഇങ്ങ് വന്നാട്ടെ, എത്ര മാങ്ങ വേണം അതിൽ, ഇല ഉള്ളതോ ഇല ഇല്ലാത്തതോ. ഞാൻ ഈയിടെ ഒരു മരം നോക്കാൻ പോയാൽ എന്നോട് ചോദിച്ചാൽ ഇതൊക്കെ ഷെയ്ഡിന് വേണ്ടിയാണോ കാണാൻ കൊള്ളാവുന്നതാണോ വേണ്ടിയെന്ന് പറഞ്ഞു. വേറെ ഇംഗ്ലീഷാണ് ഉപയോഗിച്ച് മറന്നുപോയി. അപ്പോൾ പല ചോദ്യം വന്നപ്പോൾ പിന്നെ ഞാനിങ്ങ് പോരുന്നു, ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞു. ഇതുവരെ എൻ്റെ ഭാര്യയോട് ചോദിച്ചില്ല എന്തോ വേണമെന്ന്. അപ്പോൾ ദൈവത്തോടൊരു ഫ്രൂട്ട് ട്രീ ചോദിച്ചാൽ ഇങ്ങ് വരാൻ പറഞ്ഞിട്ട് ഒരു സീഡ് തരും. അത്രയേ ഉള്ളൂ. ചുമ്മാ അത് കിളിക്കാത്തതൊന്നും തരത്തില്ല. ഇന്ന് ഈ സീഡ്, ഈ വിത്ത് കയ്യിരിക്കട്ടെ. പിന്നെ ചില ഇൻസ്ട്രക്ഷൻ തരും, നല്ല നിലത്തെ ഇടാവും. ചുമ്മാ അത് എവിടെയെങ്കിലും ഉണ്ട്, വഴിയരികിലോ പാറസ്ഥലത്തോ മുള്ളിനരികിലോ ഇടയ്ക്കൊന്നും കയറി വെച്ചേക്കരുത്. നീ ഉദ്ദേശിച്ചത് നിനക്ക് ലഭിക്കും. നല്ല നിലത്ത് നിന്നിട്ട് പിന്നെ ഇനിയും കർത്താവേ ഇതങ്ങോട്ട് വരട്ടെ, അതൊന്നും പറ്റത്തില്ല. ആ ഇട്ട സമയം മുതൽ നീ അതിനു വേണ്ടി പ്രവർത്തിക്കണം. ഇതാ ക്രിസ്ത്യ ജീവിതം. ഒരു ദിവസം കൊണ്ട് ഭാഗ്യവതി ഒന്നും ആകത്തില്ല. നിത്യതയിൽ ചെന്നെത്താൻ സമയമെടുക്കും. വിശ്വാസ ജീവിതം മുൻപോട്ട് പോകണമെങ്കിൽ നമ്മെ ഏൽപ്പിച്ച ഇടത്ത് വിശ്വസ്തയോടെ നമുക്ക് ലഭിക്കുന്നതനുസരിച്ച് വളരുവാൻ പരിശ്രമിച്ചാൽ ഫലപ്രദമായൊരു മുന്തിരിവള്ളിയായിത്തീരും. യോസേഫ് ഫലപ്രദം. അവനെപ്പറ്റി ഇത് മതിലിന്മേലത് പടർന്ന് മറ്റുള്ളവർക്കും അനുഗ്രഹമായി തീരുന്നു. എനിക്ക് അബ്രഹാമോട് പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ട്, ഞാനത് പിന്നീട് പറയാം, ഇപ്പം പറഞ്ഞാൽ പറ്റത്തില്ല. മോശ നമുക്കറിയാമല്ലോ, മോശയുടെ ജനനം തന്നെ പ്രതികൂലത്തിൻ്റെ മധ്യയാ. ജീവിക്കാൻ അനുവാദമില്ല. പക്ഷെ ഒരുവനെ ദൈവം കണ്ടെങ്കിൽ ആരൊക്കെ എതിര് നിന്നാലും അവൻ വളർന്നിരിക്കും. വിശ്വസിക്കാമോ? മോശ 40 വയസ്സായപ്പോൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പഴയ നിയമത്തിൽ മോശ മുതിർന്നു. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മോശ മുതിർന്നപ്പോൾ ചില ആഗ്രഹമൊക്കെ വന്നു. ഞാനും മറ്റാരേക്കാളും കുറവൊന്നുമല്ല, എനിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും. അങ്ങനെ ഇറങ്ങിയപ്പോഴാ ഒരു ഇസ്രായേലിനും ഒരു മിസ്രൈമിനും തമ്മിൽ രസമല്ല, ആരും അറിയാതെ ഈ പുള്ളി വ്യാജം ഒരു കുഞ്ഞും അറിയത്തില്ലെന്ന്. ആരും അറിയാതെ എന്ത് ചെയ്തു? അടുത്ത ദിവസം 2 സഹോദരങ്ങൾ. അന്നേരം അവിടുന്ന് മറ്റേതെല്ലാവരും അറിഞ്ഞല്ലോ എന്ന്. നമ്മൾ ആരും അറിയാതെ ചെയ്യുന്നതൊന്നും പരസ്യമാകുന്ന ദിവസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആരും മിടുക്കരല്ല കേട്ടോ, കൃപയാൽ നിൽക്കുന്നതേ ഉള്ളൂ. മുതിർന്നാൽ തല്ലിക്കൊല്ലും. അതാ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ ഈ മുതിർന്നെന്ന് പറഞ്ഞാമോ? ഇയാളൊക്കെ ഈയിടെ വന്നത് ലഭിച്ചു, ഞാൻ പഴയ ബന്ധുക്കോസാ എന്നെ ഇനി ആരും ഉപദേശിക്കുന്നുണ്ട്. ഐ ആം മെച്യൂർഡ് ഇനഫ്. എന്തിനാ തല്ലുകൂടാൻ? ഐ ആം മെച്യൂർഡ് ഇനഫ്. 40 ആയുള്ളൂ, ഇനിയും കിടക്കുന്നു 80 കൂടെ. സ്തോത്രം. ഇതൊക്കെ പോയാൽ പോരല്ലോ, അല്ലയോ? ഇവിടെ എബ്രായ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, മോശ താൻ വളർന്നപ്പോൾ. മുതിർന്നതും വളർന്നതും വ്യത്യാസമുണ്ട്. മുതിർന്നാൽ അഹങ്കാരം വർദ്ധിക്കും, കൃപയിൽ നിന്ന് മാറപ്പെടും, ദൈവമായി നിന്ന് പേര് കാണും, ലേബൽ വെച്ചുകൊണ്ട് നടക്കാം.
വളർന്നാൽ ആത്മീയനായി തീരും. സ്തോത്രം. മകളെ വന്നിട്ട് മോശയുടെ കാര്യം പെട്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്നോട് നമ്മുടെ യങ്സ്റ്റേഴ്സ് പറഞ്ഞു, പാസ്റ്റർ ഞങ്ങൾ ഇടയ്ക്ക് കയറി വരുമ്പോൾ ഇംഗ്ലീഷിലൂടെ ഇടയ്ക്ക് ഇങ്ങനെ ഇതിലിട്ടാൽ ഞങ്ങൾക്കൊന്ന് മനസ്സിലാവുമെന്ന്. ശരി, ഐ ലൈക്ക് ദാറ്റ്. എന്ത് അവിടെ ആരും ഇല്ലയോ? ഹലോ, ഇങ്ങോട്ടേക്ക് ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ. മറ്റേ ഒന്ന് ഇട്ടേ, എന്തോ സാധനം അതിന്. പവർ പോയിന്റ്. മോസസ് ടുക്ക് ഡിസിഷൻ ഇൻ 3 ഏരിയ. വളർന്നപ്പോഴേ, മുതിർന്നപ്പോൾ പുള്ളിക്ക് ഒരു വിഷയവുമില്ല, പുള്ളിക്ക് തോന്നിയ പോലെ അങ്ങ് പോവുക. വളർന്നപ്പോൾ 3 ഏരിയയിൽ അവൻ തീരുമാനമെടുത്തു. ഒന്ന്, റിഫ്യൂസ് ദ ഓണർ ഓഫ് ദിസ് വേൾഡ്. ഈ ലോകം തരുന്നതൊന്നും എനിക്ക് വേണ്ടെന്ന് അങ്ങ് തീരുമാനമെടുത്തു. ഇന്നത്തെ വഴക്കും വയ്യാലിയൊക്കെ ഇതൊക്കെ എന്തിനു വേണ്ടിയെന്നറിയാമോ? പദവിക്ക് വേണ്ടിയാ. ലോകരിൽ നിന്ന് ഓണർ കിട്ടണം. അതിനുവേണ്ടി ആർക്കും താഴാൻ. ഞാൻ പറഞ്ഞത് ഈ പൊതുവിൽ പറയുവാട്ടോ, അല്ലെങ്കിൽ ആരും ഫോക്കസ് ചെയ്യുക. ഈ ഇലക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ബൈബിളിലൊന്നും ഇല്ല അത്. ഞാനും പാസ്റ്റർ പേരൊന്നും എടുത്തോട്ടെ, ബുധനാഴ്ച കഴിഞ്ഞാൽ പിന്നെ കാണത്തില്ലല്ലോ. ഞാനും ജോൺ പറയും ഞങ്ങൾക്ക് 2 പേർക്കും പ്രസിഡന്റ് ആകണം. ഞങ്ങൾ 2 പേർക്കും എനിക്കാകാൻ വേണ്ടി എൻ്റെ കൂട്ടുസഹോദരനെ പറയാവുന്നിടത്തോളം പറയും. മനസ്സിലായോ? വചനവിരുദ്ധമാത്. ഇദ്ദേഹത്തിന് കഴിവില്ല, ഞാൻ കഴിവുള്ളവനാ. ഇദ്ദേഹത്തെ ഒരടി താഴ്ത്താതെ എനിക്ക് 2 അടി മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല. ആത്മീയകോളത്തിൽ ഇതിന് സ്ഥാനമില്ല. അത് മനസ്സിലാകാൻ 80 വർഷമെടുത്തു. എനിക്ക് രാജകൊട്ടാരത്തിലെ സ്ഥാനമൊന്നുമല്ല എൻ്റെ വിഷയം. ഇവിടെ ഈ കൊട്ടാരത്തിൽ നിന്നാൽ എൻ്റെ പേരിലും ഒരു പിരമിഡ് ഉണ്ടാവും. ഇന്നുണ്ട്, ഞങ്ങൾ പോയി കണ്ടെത്തി വന്ന പിരമിഡ്. മോശയുടെ പേരിൽ പിരമിഡ് അവിടെ ഇല്ല. എന്താ കാര്യം? Refuse the honor of this world. Number 2, rejected to enjoy the passing pleasure of sin. പാപത്തിന്റെ താൽക്കാലികമായി ഇതൊക്കെ. Third, rejected the treasures of this world. ഇതിനു വേണ്ടിയാ കൂടുതലും പായുന്നത്. ഇതിനു വേണ്ടിയാ കൂടുതൽ പായുന്നത്. എന്തുകൊണ്ടാ ജനത്തെ പിഴിഞ്ഞ് ഭൗതികത്തിന്റെ കാര്യങ്ങൾ പറയുന്നത്? പാവങ്ങൾ കൊടുക്കുന്നത് അതുകൊണ്ടാ. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുമെന്ന് വിചാരിച്ച് ആരും കൊടുക്കണ്ട. അത് തെറ്റാണോ പറഞ്ഞേ? അതൊന്ന് വെച്ച് 2 കിട്ടും പരിപാടിയാ. എന്നെ സ്നേഹിക്കുന്നവന് എനിക്കുള്ളതെല്ലാം കൊടുക്കാൻ താല്പര്യമുണ്ട്. എനിക്ക് ലഭിച്ച ഭൗതികവും എൻ്റേതല്ല. ഐ ആം ജസ്റ്റ് എ കെയർ ടേക്കർ ഓൺലി. ദൈവരാജ്യത്തിന് വേണ്ടി മുതൽ മുടക്കാൻ തന്നിരിക്കുന്നതാ. അത് എൻ്റെ കാര്യവും നടക്കണം, കർത്താവിൻ്റെ കാര്യം നടക്കണം. അങ്ങനെ ഉള്ളവർ കൊടുത്താൽ മതി. ഒരു നല്ല സ്വതന്ത്രം പറയാമോ? ഒരിക്കലും ഞാനല്ല ഒരിക്കലും ഒരു സഹോദരൻ എതിർത്ത് പറയാം ഇനി ഇയാളൊന്ന് കഴിയുന്ന കാണണമെന്ന്. ആരോട് പറഞ്ഞ? ആര്? പാപ്പരത്വം, ആത്മീയന്റെ പാപ്പരത്വം. അത് ദൈവം വിളിച്ചാൽ ദൈവം പോട്ട്. മുമ്പോട്ട് പോട്ടെ. മുതിർന്നാൽ വഴക്കുണ്ടാക്കും, തല്ലുണ്ടാകും. അത് മനസ്സിരുന്നോണം. അത് ആരും മുതിരരുത്. കൃപയാൽ ബാക്കി നിങ്ങൾ ഫിൽ അപ്പ് ദ ബാങ്ക്.
ഇവിടെ മുതിർന്നവരാരുമില്ല, വളർന്നവരേ ഉള്ളൂ. രണ്ട്, ന്യൂ ടെസ്റ്റ്മെന്റിൽ ഹെരോദ് പറഞ്ഞു, ഇതെന്തൊക്കെയായാലും ഞാൻ ഈ കുഞ്ഞിനെ വളർത്തത്തില്ല. ആരാ? പഴയ നിയമത്തിലെ മോശ, പുതു നിയമത്തിലെ യേശു. അവൻ്റെ നിങ്ങൾ പോയി അവനെ കണ്ടിട്ട് എന്നോട് വന്ന് പറയണം. ഞാനും ചെന്ന് പറച്ചില് വേറെയും ഉള്ളിൽ വേറെയും ഇതും ദൈവം അറിഞ്ഞു. അവൻ ഉള്ളിലെ ഈ പൈതലിനെ ഇല്ലായ്മയാക്കണം. ഞാൻ പറയട്ടെ, ഇവനെ കൊല്ലുമെന്ന് പറഞ്ഞ അതേ പുസ്തകത്തിൽ എഴുതിയിരിക്കുക, പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപയും. ഞാൻ ഈ പ്രസ്ഥാനം വളരുന്ന പ്രസ്ഥാനമാണ്. ആരെല്ലാം ഇല്ലായ്മ ചെയ്യാൻ നോക്കിയാലും ഇത് നടക്കത്തില്ലെന്ന് തിരുവചനത്തിന്റെ അടിസ്ഥാനം ഞാൻ വിളിച്ചു പറയുക. രാജാക്കന്മാർ നോക്കിയിട്ട് നടന്നില്ല, പിന്നാണോ വേറെ ഉള്ളവരെ? പ്രൈസ് ദി ലോർഡ്. മുൻപോട്ട് പോകട്ടെ. മേരി ആൻഡ് എലിസബത്ത്, ഈ രണ്ട് സഹോദരിമാർ വ്യത്യസ്ത രണ്ട് സാഹചര്യത്തിൽ ജീവിക്കുന്നവർ. ഒരുവൾ പ്രായമുള്ളവൾ, ഒരുവൾ വിവാഹം കഴിക്കാത്ത കുമാരി. രണ്ടുപേരുടെയും ഒരു സ്റ്റേറ്റ്മെന്റാ ഇവിടെ നാം വായിച്ചത്. രണ്ടുപേരും ഒന്നിച്ച് കൂടിയപ്പോൾ കണ്ടപ്പോഴൊരു സ്റ്റേറ്റ്മെന്റാ വായിച്ചത്. ഒരുവളെ ദൈവം ഉപയോഗിച്ചത് രക്ഷിതാവിനെ പ്രസന്റ് ചെയ്യുവാൻ, ഒരുവളെ ദൈവം ഉപയോഗിച്ചത് രക്ഷിതാവിനെ കാണിച്ചു കൊടുക്കുവാൻ. ഓ, അവളെ കുറിച്ച് പറഞ്ഞ വിശ്വസിച്ചവൾ ഭാഗ്യവതി. നമ്മൾ ഈ കാറ്റഗറിയിൽ ഏതെങ്കിലും ഉണ്ടോ? അവിടെ രണ്ട് സഹോദരന്മാരാണ്. ഈ രണ്ടും നമുക്ക് ചെയ്യാൻ കഴിയും. രക്ഷിതാവിനെ പ്രസന്റ് ചെയ്യുവാനും കഴിയും, രക്ഷിതാവിനെ കാണിച്ചു കൊടുക്കാനും കഴിയണം. ഈ ദിവസങ്ങളിലെ പ്രാർത്ഥന മുഖാന്തരം ഈ സഭയ്ക്ക് ദൈവം ആഗ്രഹിക്കുന്ന ഇത് ഒറ്റ വിഷനാ. ഇത് വിഷനായാലും മിഷനായാലും ഇത് ഏറ്റെടുക്കാൻ സഭ ദൈവം ചെയ്യുമെന്ന്. ദൈവം ചെയ്യും. ഈ സഭയിലുള്ളവരെല്ലാം ബാക്കിയൊന്ന് വേഗം പറഞ്ഞു. ഞാൻ ഈ ദിവസങ്ങളിലെ 1-ാം ദിവസം മുതൽ പ്രസംഗിക്കുന്ന പ്രസംഗത്തിന്റെ ടോപ്പിക്കാണ് എനിക്ക് പറഞ്ഞത്. നിങ്ങൾക്കറിയാവുന്ന ടോപ്പിക് കൂടാതെ ഞാൻ പ്രസംഗിക്കത്തില്ലെന്ന്. ഈ ദിവസങ്ങൾ ടോപ്പിക്കാണ് ഈ സഭയിലുള്ളവരെല്ലാം എന്നെ ആരിത് പറയണം, ഈ പറയുന്നവർ പറയണം. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. മേരി, ഇനി പെട്ടെന്ന് പോവാം. മേരി ഒരു തീരുമാനം എടുത്തു. എന്തായാലും ഞാൻ കേട്ട വാക്ക് വിശ്വസിച്ച. ഞാൻ ഒരു കാര്യം പറയട്ടെ, ദൈവ സഭയോട് ദൈവം ആലോചന പറയും. പറയുമോ ഇല്ലയോ? ദൈവ മക്കളോട് പറയും, ദൈവ പൈതലോട് പറയും. അതുകൊണ്ടല്ലേ ബൈബിളിലിരിക്കുന്ന അവൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അത് ഉവ്വെന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന് പറഞ്ഞിട്ട് അത് അറിയാതെ പറഞ്ഞു പോയതാകട്ടോ, ക്ഷമിക്കണമെന്ന് പറയത്തില്ല അവൻ. ഞാൻ പലപ്പോഴും പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇന്നും പറയട്ടെ, 1000 അഭിപ്രായങ്ങളെക്കാൾ ദൈവത്തിൻ്റെ ഒരു ആലോചനയ്ക്കാവല. ഞാൻ ഇന്ന് പകൽക്കാലം പറയുകയാണ്, വ്യക്തിപരമായോ സഭയോടോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്തെങ്കിലും നിങ്ങളോട് സംസാരിച്ചു എന്നൊന്ന് കൺഫേം ആണെങ്കിൽ വിശ്വസിക്കുക, ദൈവം അത് ചെയ്യും. ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനയിൽ ഞാൻ ഈ വിഷയം എടുക്കാൻ കാരണം ദൈവം ചില ആലോചനകൾ സഭയോട് അറിയിക്കുന്നുണ്ട്. വിശ്വസിച്ചാൽ അത് കണ്ണാലെ കാണും.
അതുകൊണ്ട് മാത്രമായി ഈ ആലോചന ചുരുക്കി പറയാൻ പ്രൈസ് ദി ലോർഡ്. ദൈവം ചെയ്യും, ദൈവം ചെയ്യും. പക്ഷെ ആരെ കാണുകയുള്ളൂ? വിശ്വസിച്ചവർ. ഞാൻ ഒന്ന് ഇനിയിപ്പോൾ 5 മിനിറ്റ് ഉള്ളത് പറഞ്ഞങ്ങ് വിടുക, എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന്, മേരി ടുക്ക് എ ഡിസിഷൻ ടു ബിലീവ്. അതിന് റീസൺ ഉണ്ട്, കാരണമുണ്ട്. അവളൊരു തീരുമാനം പങ്കെടുത്തു. നിങ്ങൾക്കറിയാമോ, 14 രാത്രിയും പകലും ഒരുപോലെ അന്ധകാരത്തിലായ ഒരു സഹോദരൻ പൗലോസ് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് സ്തോത്രം സ്തോത്രം എന്ന് പറയുമ്പോൾ അടുത്തുകൂടി എല്ലാവരും എന്തോ പറ്റി, പടക് മുങ്ങാൻ പോവാ, നീ സ്തോത്രം സ്തോത്രം. എൻ്റെ ഭാഷയാണേ. ഞാൻ സേവിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ദൂതൻ കഴിഞ്ഞ രാത്രി എൻ്റെ അടുക്ക് വന്നു. ഏത് സാഹചര്യത്തിലും അടുത്ത് വരുന്ന ഒരുവനേ ഉള്ളൂ. നമുക്കൊരു വിഷയം വരുമ്പോൾ നമ്മെ നോക്കി കമൻസ് പാസ്സാക്കാൻ ഒത്തിരി പേരുണ്ട്. നമ്മുടെ വിഷയത്തിൽ ഇറങ്ങി വരുന്നവൻ ഒരുവനേ ഉള്ളൂ. നാം എന്തു തെറ്റ് ചെയ്തോ, നമുക്ക് എങ്ങനെ കുഴപ്പമുണ്ടായി, ഇതൊന്നും ദൈവത്തിൻ്റെ വിഷയമല്ല. അവൻ ഇറങ്ങി വന്നത് വിടുവിക്കാൻ വേണ്ടിയാണ്. അവൻ പറയുന്നൊരു സ്റ്റേറ്റ്മെന്റാ, കഴിഞ്ഞ രാത്രി ഞാൻ സേവിച്ച് നിൽക്കുന്ന ദൈവത്തിൻ്റെ എൻ്റെ അടുക്കൽ വന്നു, പൗലോസേ ഭയപ്പെടരുത്. അപ്പൊ ഭയപ്പെടാൻ സാധ്യതയുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. നീ ഭയപ്പെടരുത്. അതിനർത്ഥം എന്തുവാ? നിനക്കൊരു കുഴപ്പം വരത്തില്ല, നിന്നോട് കൂടെയുള്ള. ഇന്ന് പകൽ ആ ദൂതം ഏറ്റെടുക്കാമോ? അടുത്തത് ധൈര്യത്തോടിരിപ്പി. അടുത്ത വാക്യ എന്നോട്. അങ്ങനെയാണെങ്കിൽ ഈ പൗലോസിനെ ഭാഗ്യവാനെന്ന് വിളിക്കാം. എന്നോട് അരുളി ചെയ്ത പോലെ തന്നെ. ആരാ വിശ്വസിക്കുന്നേ? എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ. ഇന്ന് പകല് ഇവിടെ ഇരുന്നുകൊണ്ട് ദൈവം സംസാരിച്ച വാഗ്ദത്തങ്ങൾ ഉണ്ടോ എന്ന് ചിന്തിക്കാമോ? നിരാശപ്പെടരുത്. ദൈവത്തിന്റെ സമയത്ത് ദൈവം ചെയ്തില്ല എന്ന് നമ്മുടെ സമയത്ത് ദൈവം ചെയ്തില്ല എന്ന് വിചാരിച്ച് ദൈവത്തിന്റെ പക്കൽ നമുക്ക് വേണ്ടി സമയമില്ലെന്നില്ല. എനിക്കറിയത്തില്ല 14 ദിവസം എന്തിനാ എടുത്തെന്ന്. എനിക്കറിയത്തില്ല രക്ഷപ്പെടുമെന്നുള്ള ആശ പോലും നശിച്ചു പോകുന്ന സാഹചര്യം എന്തുകൊണ്ടാണ് വന്നെന്ന്. എനിക്കറിയത്തില്ല പടക് തകർന്നു പോകും എന്തുകൊണ്ട് എന്തിനാ പറഞ്ഞെന്ന്. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, നീരക്കൊന്നും സംഭവിക്കയില്ല എന്ന് പറഞ്ഞത് എനിക്കറിയാം. അതുപോലെയോ? എപ്പോഴാണെന്ന് പറയുന്നത് 14-ാമത്തെ ദിവസമാണ്. അതുപോലെ അങ്ങേറ്റെടുത്തു. മുൻപോട്ടുള്ള യാത്രയും അത്ര സുഗമമൊന്നും ആയിരുന്നില്ല. ബാക്കി ഞാൻ മുമ്പോട്ട് പോകുന്നില്ല. സോ മേരി എടുത്ത ഡിസിഷൻ ഒന്ന്, ഷീ ഫൗണ്ട് ഫേവർ ഫ്രം ദ ലോർഡ്. എന്നാലേ ഡിസിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ഒരു കാര്യം പറയാം, യു നീഡ് ടു ബിലീവ് ദാറ്റ് യു ആർ മോസ്റ്റ് ഫേവേർഡ് ബൈ ദ ലോർഡ്. അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ ദൈവത്തിൻ്റെ ഫേവറുള്ള വ്യക്തിയാണെന്ന് വിശ്വസിക്കാം. ആരും അത് റെക്കഗ്നൈസ് ചെയ്തില്ലെങ്കിലും ഐഡന്റിഫൈ ചെയ്തില്ലെങ്കിലും നമുക്ക് വിഷയമല്ല. പക്ഷെ അവിടുന്ന് വ്യക്തിപരമായി വിശ്വസിക്കണം, കർത്താവേ നിന്റെ കൃപ എൻ്റെ മേലുണ്ട്. ഐ ആം ഹൈലി ഫേവേർഡ് പേഴ്സൺ. ഹൈലി ഫേവേർഡ് പേഴ്സൺ. 100-200 മാത്രം ആൾക്കാർ പോപ്പുലേഷനുള്ള ഒരു ചെറിയ കുഗ്രാമത്തിലെ ആരും അറിയാത്തൊരു പെൺകുട്ടി. അവൾക്കൊരു കാര്യം മനസ്സിലായി. ഒരു സുപ്രഭാതത്തിൽ അവരൊരു ശബ്ദം കേട്ടു, കൃപ ലഭിച്ചവളെ. നിനക്കറിയത്തില്ലെങ്കിലും നിന്റെ മേലൊരു ഗ്രേസ് ഉണ്ടെന്ന് വിശ്വസിക്കാം. ഞാൻ കൃപ തരാൻ പോവാന്നാണോ പറഞ്ഞത്? കൃപ ലഭിച്ചവളാ നീ. ഇന്ന് പകൽക്കാലം നാം കൃപയുടെ പാട്ടൊക്കെ പാടുമ്പോൾ അതിനു മുമ്പേ കർത്താവേ കൃപയാൽ എനിക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം പറയാമോ? She found favor. വിശ്വസിക്കാൻ ഇത് ആവശ്യമാണെന്നേ.
ഞാൻ പറയുന്നുണ്ട്, ബൈബിളിൽ ബാക്കി പറയുള്ളൂ. ഞാനോ, ബാക്കി പറയാമോ? നിന്റെ കൃപയുടെ ബഹുത്വത്താൽ. അങ്ങനെയൊക്കെയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഇത്രയൊക്കെ പ്രാർത്ഥിച്ച് 2 പാട്ടൊക്കെ പാടി സ്വന്തമൊക്കെ പറഞ്ഞ് കൃപ പ്രാപിച്ച് ആലയത്തിലൊക്കെ വന്നാലോ? താങ്ക് യു അച്ഛാ. എന്താണെന്നറിയാമോ? ഞാൻ വിചാരിച്ചാൽ ഇന്ന് അച്ഛനും അമ്മാവും വരുമെന്ന്. ഞങ്ങൾ വന്ന വഴിക്ക് ഇന്ന് പറയുന്നത്, കാരണം അടുത്ത് വന്നിട്ട് കാണുന്നില്ല ഫോഗ്. ഞാൻ ഇവിടെ വന്നപ്പോൾ എന്നൊക്കെ മുമ്പ് അച്ഛനെ വിളിക്കുന്നു. അടുത്തുള്ള അച്ചായൻ ആ സമയത്ത് വന്നപ്പോൾ ദൂരെയുള്ള പലരും പിന്നാ വന്നേ. അയ്യോ, തിരിച്ചു പോയി അല്ലയോ? തിരിച്ചു പോയതാ. ഒരു സ്വതന്ത്രം പറയാമോ? ഒരു നല്ല സ്വതന്ത്രം പറയാമോ? സമയം പോയി, പിള്ളേർ വരുന്നു. കൃപയുടെ എന്താ ബഹുത്വത്തിലാ വന്നത്. ഇവിടെ വരുമ്പോഴാണ് കണ്ണു തുറക്കുന്നേ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളെല്ലാം സൂമിലും അവിടെയെല്ലാം കയറിയവർക്കായി സ്തോത്രം. അവരെ ഈ ദിവസങ്ങളെല്ലാം കയറി കൃപ പെരുകിയിട്ട് രാവിലെ വന്നതാ. കൃപ ഇതാരാണ് ഞാൻ പറയാം, ഭാഷക്ക് പറയാൻ പറ്റുമോ ഇതൊക്കെ? നമ്പർ 2, മക്കളെ ഇന്ന് പോരും കേട്ടോ, ഞാൻ ഇന്ന് ഇത്രയും നിങ്ങൾ വരണം. She believed that the Holy Spirit would use her. അവൻ്റെ ഹിതത്തിന് വേണ്ടി എന്നെ ഉപയോഗിക്കുന്ന അവൾ അങ്ങ് വിശ്വസിച്ചു. ഒന്ന് വിശ്വസിക്കാം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നെഹമ്യാവിന്റെ പുസ്തകമാണ്. ആരില്ലെങ്കിലും ഞാൻ ആ പണി ചെയ്യുമെന്ന് അവൻ വിശ്വസിച്ചു. ബാക്കി നമുക്ക് ഡീറ്റെയിൽസ് പിന്നെ പഠിക്കാം. 3, she believed that the Lord would work in her life without any human agent. മനുഷ്യന്റെ സഹായം ഇല്ലാതെ ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുമെന്ന് വിശ്വസിച്ചോ ഇല്ലയോ? ഒരു ഡൗട്ട് ചോദിച്ചു, അത് മാനുഷികമാ. ഇതെങ്ങനെ സംഭവിക്കും? അതിന് മറുപടി കിട്ടപ്പോൾ, കാരണം കൃപ കിട്ടിയത് കൊണ്ടാണ് അത് മനസ്സിലായത്. അതിന് മറുപടി കിട്ടിയപ്പോൾ അവൾ പറയും, ഇതാ ഞാൻ നിന്റെ ദാസി, നിന്റെ ഹിതം. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ചെറിയ പ്രാർത്ഥന ഒന്നല്ല, ഇതാ ഞാൻ നിന്റെ ദാസി എന്നുള്ളത്. മനുഷ്യ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലാത്ത, ഹിസ്റ്ററിയിൽ ലോക ചരിത്രത്തിൽ സംഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യം സംഭവിക്കുന്നു പറഞ്ഞത് വിശ്വസിക്കാൻ കൃപ വേണം. അവൾ വിവാഹം കഴിഞ്ഞിട്ടില്ല, വിവാഹം നിശ്ചയമേ കഴിഞ്ഞിട്ടുള്ളൂ. ഒരു പുരുഷനെ അറിഞ്ഞിട്ടില്ല, പക്ഷെ ഒരു കുഞ്ഞിനെ കൺസീവ് ചെയ്യുമെന്ന്. She believed that the Lord would work in her life without any human agent. She believed that a little girl can also give birth to a Messiah. നിങ്ങൾക്കറിയാമോ, പല മേരികളുണ്ട് അവിടെ, ഇവിടെ ഉണ്ടല്ലോ. അന്നത്തെ ഒരു ഫേമസ് പേരായിരുന്നു മേരി എന്നുള്ളത്. മേരി എന്നോ മറിയാമെന്നോ അങ്ങനെയൊക്കെ ഇടാം. അതുകൊണ്ടായിരിക്കാം ചിലരൊക്കെ അപ്പന്മാർ മേരി എന്നൊക്കെ ഇട്ടത്. മേരി മദർ ഓഫ് ജീസസ് ഉണ്ട്, മഗ്ദലിനയുണ്ട്, മേരി ഓഫ് ബെത്തനി ഉണ്ട്, മദർ ഓഫ് ജെയിംസ് ഉണ്ട്, മദർ ഓഫ് ജോൺ മാർക്ക് ഉണ്ട്, ആൻഡ് അനദർ മേരി ഓഫ് റോം. ഇത്രയും മേരി ഉണ്ട് ബൈബിളിൽ തന്നെ. അപ്പൊ അവള് സിനഗോഗിൽ പോകുമ്പോഴൊക്കെ, 2 മിനിറ്റ് എടുത്തോട്ടെ, അവൾ സിനഗോഗിൽ പോകുമ്പോഴൊക്കെ ഞാൻ പറയാമല്ലോ, യഹൂദന് കാലങ്ങളും സമയങ്ങളും പ്രവാചക വാക്യങ്ങളും വചനവും വെച്ച് കാലം മനസ്സിലാക്കും. മസിഹ വെളിപ്പെടാൻ സമയമായിരുന്നു. യോഗത്തിന് പോകുമ്പോൾ ഇതോ കേട്ടോണ്ട് സംഗ്രഹിച്ചുകൊണ്ടാണ് വരുന്നത്. ആ വ്യക്തി ഞാനായിരുന്നെങ്കിൽ. ദൂത് കിട്ടിയവർക്കായി സ്തോത്രം.
അങ്ങനെ കേട്ടപ്പോഴാണ്, ഈ ശബ്ദം കൂടെ കേട്ടപ്പോൾ കൃപ ലഭിച്ചു. അത് ഞാൻ തന്നെയാ. ഈ ദിവസങ്ങളിൽ സിനഗോഗിൽ പോയപ്പോൾ പുരോഹിതന്മാർ പ്രസംഗിച്ചു പറഞ്ഞ ആ വ്യക്തി ഞാനാ. I am going to present a Messiah. നിങ്ങൾ ആ തീരുമാനമൊക്കെ നോക്കിക്കേ. She believed that God can do miracle in an unexpected place. അതെന്തുവാ? നിനക്ക് ഒന്നുകൂടെ കൺഫർമേഷൻ ആണ്. മലനാട്ടിൽ നിനക്ക് വിശ്വസിക്കാൻ വേണ്ടി ഞാൻ ഒരാളെ പരിചയപ്പെടുത്താൻ, നിന്റെ കസിൻ മലനാട്ടിൽ അവള് ഇനിയും ലോകപ്രകാരം ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവളിപ്പോൾ she believed that. ഒന്ന് വിശ്വസിക്കാമോ? And next, she believed that nothing is impossible with God. ഇന്ന് പകരം അതിനൊരു സ്തോത്രം പറയാമോ? When she believed, she conceived a son, changed the history of the world. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന്റെ ആലോചന നീ തിരഞ്ഞെടുത്താൽ ലോക ചരിത്രം മാറത്തക്കവണ്ണം ദൈവപ്രവൃത്തി വെളിപ്പെടും. ചരിത്രത്തെ BC എന്നും AC എന്നും AD എന്നും തിരിച്ചുകൊണ്ട് നടുവിലേക്ക് ഇറങ്ങി വന്ന മസയ, റീസൺ ആരാ? വിശ്വസിച്ചവൾ ഭാഗ്യവതി. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് അതേ ഉള്ളൂ. ഒന്നുകൂടി അത്രേ ഉള്ളല്ലേ? ആ മതി. ലാസ്റ്റ് ഒരു വാക്യം വായിച്ചു. ഒന്ന് എഴുതിയിരിക്കാമോ? അതൊന്ന് വായിച്ച മലയാളത്തിൽ. അത് തന്നെ മതി. ഒന്ന് വിശ്വസിക്കാമോ? അല്പം ഒന്ന് പലരൊന്ന് കേട്ടാട്ടെ. ദൈവാലോചന ഏറ്റെടുത്ത് വിശ്വസിച്ചവിടെ വെച്ചാൽ പ്രത്യക്ഷമായി ദേശം കാണത്തക്ക രീതിയിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. വെളിപ്പെട്ടോ ഇല്ലയോ? അവളിൽ ഉൽപാദിതമായത് മറച്ചു വെക്കാൻ കഴിയാത്തതാ. സ്തോത്രം. പരസ്യമായിട്ട് വെളിയിൽ വരുന്ന ഒരു പൈതല ദൈവശക്തിയും വചനവും ചേർന്ന് മറിയയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചു. അവന്റെ പേരാ യേശു നസ്രയത്തിലെ. അവനാ ലോകരക്ഷിതാവ്, അവനാ രാജാവ്, അവനാ വിശുദ്ധ പ്രജ. മേരി അവിടെ നിൽക്കട്ടെ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ചപ്പോൾ അവൻ ഈ ഉദരത്തിൽ ഉരുവായി. പൗലോസ് പറയുന്നില്ലേ അത്? അവനുമായി നീ ഉഭയസമ്മതം ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? ഒരുവൻ രക്ഷിക്കപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ക്രിസ്തു നമ്മില് ഉരുവാകുക. അങ്ങനെയാണെങ്കിൽ ഈ ഉരുവായവനെ വെച്ചോണ്ടായി നടക്കുന്നത്. ഉരുവായ ക്രിസ്തു ഉള്ളിലുണ്ടെങ്കിൽ വിശ്വസിക്കണം, അവൻ എൻ്റെ ഉള്ളിലുണ്ടെന്ന്. അവൻ വളരും. അവൻ വളരാനാ, നമ്മളല്ല വളരുന്നത്. നമ്മെ ആരെ കൺസീവ് ചെയ്യിക്കുന്നോ അവൻ വളരണം. വളർന്നു വരുമ്പോൾ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കും. പിന്മാറുന്നുവെങ്കിലോ